പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഷാലോം ചാനലിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും. ഇന്ന് വിദ്യാർത്ഥിനികൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥനകളും അവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃപ നിറയാൻ വേണ്ടി ആശീർവാദങ്ങളും കൊടുക്കുന്ന ഒരു ശുശ്രൂഷ ചെയ്യാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, വിദ്യാർത്ഥിനികളോ യുവതി വാക്കന്മാരുണ്ടെങ്കിൽ അവരെല്ലാം വിളിച്ചു കൂട്ടുക. നമ്മൾ ഈ ഒരു വചന ശുശ്രൂഷയുടെ സമയത്ത് കുട്ടികളുടെ മേൽ കർത്താവിൻ്റെ കൃപ നിറയാൻ വേണ്ടിയുള്ള വചനങ്ങളും പ്രാർത്ഥനകളുമാണ് നമ്മളിപ്പോൾ പ്രധാനമായും ചെയ്യുന്നത്. എനിക്ക് ഈ വർഷം പ്രത്യേകിച്ച് പരീക്ഷകൾക്ക് വേണ്ടി ഒരുങ്ങുന്ന കുട്ടികൾ, ഈ വർഷം പലതരത്തിലുള്ള പരീക്ഷകളുണ്ട്. സ്കൂളിലെ പരീക്ഷ, +1 +2 പരീക്ഷ, ഡിഗ്രി സ്റ്റുഡൻസ് അവരുടെ ഗൗരവമേറിയ എക്സാംസിന് വേണ്ടി ഒരുങ്ങുന്നു. അതുകൂടാതെ IELTS, അങ്ങനെ അനേക തലങ്ങളിൽ വിവിധ തരത്തിലുള്ള ഇൻ്റർവ്യൂകൾക്കും പരീക്ഷകൾക്ക് വേണ്ടി ഒരുങ്ങുന്നവരുണ്ട്. എല്ലാവരോടുമായി കർത്താവ് ആദ്യമേ പറയുന്ന ഒരു ദൈവവചന ഭാഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ 1-ാം തിരുലിഖിതമാണ്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു കാര്യത്തിന് വേണ്ടി പോകുമ്പോൾ ആത്മവിശ്വാസമുള്ളവരായിരിക്കുക, മനസ്സ് തളരാതിരിക്കുക. ചിലപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് എല്ലാ നിയന്ത്രണങ്ങളും പോകുന്നത് പോലെയും നമ്മുടെ ജീവിതം എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നത് പോലെയുള്ള അനുഭവങ്ങൾ വന്നാലും മനസ്സ് തളരരുത്. കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകണ്ട. ആകുലത, അസ്വസ്ഥത, ടെൻഷൻ, സ്ട്രെസ്സ്, ഡിപ്രഷൻ, ഇതിന് നമ്മൾ ഇടം കൊടുക്കരുത്. എന്താ കാരണം? നമ്മുടെ കഴിവോ നമ്മുടെ പഠിപ്പോ അതൊന്നുമല്ല. എൻ്റെ ഒറ്റ കാരണം കർത്താവ് പറഞ്ഞങ്ങനെയാണ്, ഞാനുണ്ട്, ഞാൻ നിനക്ക് സഹായത്തിനുണ്ട്. നിൻ്റെ ഹൃദയം ദൈവത്തിൽ ഉറച്ചിരിക്കട്ടെ, അസ്വസ്ഥമാകണ്ട, എന്നിൽ വിശ്വസിക്കുവിൻ, ദൈവത്തിലും വിശ്വസിക്കുവിൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അസ്വസ്ഥതയ്ക്ക് അല്ലെങ്കിൽ കർത്താവിൽ ഹൃദയം ഉറപ്പിച്ചാൽ ദൈവം സമാധാനം തരുന്നത് പോലെ തന്നെയാണ് കർത്താവിൽ നിന്ന് ഹൃദയം മാറ്റിയാൽ അസ്വസ്ഥത വന്ന് മൂടും. അതുകൊണ്ട് ദൈവവചനം സങ്കീർത്തന പുസ്തകത്തിൽ 37-ാം അധ്യായത്തിൽ 7-8 വാക്യങ്ങൾ അവിടെ കർത്താവ് വിശുദ്ധ ലിഖിതങ്ങളിൽ പറഞ്ഞെങ്ങനെയാണ്, കർത്താവിൻ്റെ മുമ്പിൽ സ്വസ്ഥനായിരിക്കുക. ചിലപ്പോൾ ഭയങ്കരമായിട്ട് പരിഭ്രാന്തി വരുന്ന സാഹചര്യങ്ങൾ വന്നാലും ശരി, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പരിഭ്രമിക്കരുത്. അതിൻ്റെ ലാസ്റ്റ് ഭാഗം നോക്കിയേ, 8-ാമത്തെ ഭാഗത്തിൻ്റെ അവസാന ഭാഗം നോക്കിയേ, പരിഭ്രമിക്കാതിരിക്കുക, അത് തിന്മയിലേക്ക് മാത്രമേ നയിക്കൂ. പരിഭ്രമിക്കരുത്, പരിഭ്രമിക്കാതെ ഇരിക്കുക. അതായത് എന്ത് പന്ത് വന്നാലും എന്ത് ചെയ്യണം? പരിഭ്രമം വന്നു, ഭയം വന്നു, ടെൻഷൻ വന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ ദൈവത്തിൻ്റെ ആശ്രയം കുറയും, അവിടെ ദൈവത്തിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള അന്തരീക്ഷം കുറയും. അതുകൊണ്ട് ദൈവവചനം ആവശ്യപ്പെടുകയാണ്, പരിഭ്രമിക്കരുത്, പരിഭ്രമം തിന്മയിലേക്ക് മാത്രമേ നയിക്കൂ. പിന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അതാണ് 7-ാമത്തെ വാക്യം, സങ്കീർത്തന പുസ്തകം 37-ാം അധ്യായത്തിൽ 7-ാമത്തെ വാക്യം, കർത്താവിൻ്റെ മുമ്പിൽ സ്വസ്ഥനായിരിക്കുക, ക്ഷമാപൂർവം അവിടുത്തെ കാത്തിരിക്കുക. ക്ഷമാപൂർവം കർത്താവിൻ്റെ ഇടപെടലിന് വേണ്ടി കർത്താവ് പ്രവർത്തിക്കും, നമ്മൾ വിശ്വസിക്കണം. ഹെബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ 6-ാമത്തെ വാക്യം, ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകും എന്നും വിശ്വസിക്കണം, പ്രാർത്ഥനയിൽ വിശ്വസിക്കണം. അതുകൊണ്ട് ഒരു പ്രതിസന്ധി വന്നു, വലിയൊരു പരീക്ഷ വന്നു, പരീക്ഷയ്ക്ക് നന്നായിട്ട് ഒരുങ്ങാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് ഒരുങ്ങി എഴുതിയതെല്ലാം തെറ്റിപ്പോയി, ടെൻഷൻ പിടിക്കരുത്. നമ്മൾ ചെയ്യാനുള്ളത് ചെയ്തു, ബാക്കി കർത്താവിനെ ഏൽപ്പിക്കുക. കർത്താവിന് മുമ്പിൽ സ്വസ്ഥനായിരിക്കുക, ഭയപ്പെടാതിരിക്കുക, അസ്വസ്ഥമാകാതിരിക്കുക. ഇതാണ് പരീക്ഷയോടനുബന്ധിച്ച് ദൈവവചനത്തിൽ നിന്ന് കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏറ്റവും ആദ്യത്തെ കാര്യം എന്താണ്? നീ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിൽ ആശ്രയിക്കുക. അതാണ് സുഭാഷിതം 3-ാം അധ്യായം 5-6 വാക്യങ്ങൾ. സുഭാഷിതം 3-ാം അധ്യായം 5-6 വാക്യങ്ങൾ. നീ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിൽ വിശ്വാസമർപ്പിക്കുക.
ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവമുണ്ട്, ദൈവത്തിൽ ആശ്രയിക്കുന്നു, ദൈവം എന്നെ നടത്തും. എൻ്റെ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല. എൻ്റെ ദൈവം എനിക്ക് നന്മയായിട്ടുള്ളത് ചെയ്യുകയുള്ളൂ. വിശ്വാസം പറയണം, വിശ്വാസം ബോധ്യപ്പെടണം, വിശ്വാസം ഉറച്ചു നിൽക്കണം. പൂർണ്ണ ഹൃദയത്തോടെ സർവശക്തിയോടെ കർത്താവിൽ വിശ്വസിക്കുക. ഇനി രണ്ടാമത്തെ കാര്യമാണ് നീ ചെയ്യാനുള്ള കാര്യം സർവശക്തിയോടെ അങ്ങോട്ട് ചെയ്യണം. സഭാപ്രസംഗകൻ പുസ്തകത്തിൽ 9-ാം അധ്യായം 10-ാമത്തെ വാക്യം. സഭാപ്രസംഗകൻ 9:10. ചെയ്യാനുള്ളത് സർവശക്തിയോട് കൂടെ ചെയ്യുക. അത്രയും ഭാഗം വായിച്ചാൽ മതി. കുട്ടികളല്ലേ, മുഴുവനും വായിച്ച് ക്ഷീണിക്കേണ്ട. ഒന്ന് വായിച്ചേ. എന്താണ് ചെയ്യാനുള്ളത്? സർവശക്തിയോട് കൂടെ ചെയ്യുക. നമുക്ക് പഠിക്കാനുള്ള പോർഷൻസ് ഉണ്ട്, പഠിക്കാനുള്ള വിഷയങ്ങളുണ്ട്. അതെന്ത് ചെയ്യണം? അലസത കൂടാതെ അങ്ങോട്ട് സർവശക്തിയോടുകൂടെ അതങ്ങോട്ട് ചെയ്യുക. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവം നമുക്ക് കഴിവ് തന്നതിൻ്റെ ഒരു 5-10% പോലും മനുഷ്യർ ഉപയോഗിക്കുന്നില്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മൾ തീരെ ഒന്നുമില്ലാത്തവരല്ല. നമ്മുടെ ഉള്ളിൽ അനന്തമായ കഴിവുകൾ, സാധ്യതകളുണ്ട്. അത് വിനിയോഗിക്കുന്നില്ല. അപ്പം അതുകൊണ്ട് ഒരാവശ്യമാണ് എന്ന് വിചാരിച്ച് സർവശക്തിയോടുകൂടെ നമ്മുടെ ഈ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാനുള്ള ഭാഗങ്ങൾ പഠിക്കാൻ, പുസ്തകങ്ങൾ എഴുതുക. എന്താണോ പരീക്ഷയ്ക്ക് ചെയ്യേണ്ടത് അത് നന്നായിട്ട് ചെയ്യുക. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 51-ാം അധ്യായത്തിൽ 30-ാമത്തെ തിരുലിഖിതം. പ്രഭാഷകൻ്റെ പുസ്തകം 51-ാമത്തെ അധ്യായത്തിൽ 30-ാമത്തെ തിരുലിഖിതം പഠിക്കാനുള്ളത് ഞാൻ പല ആളുകളെയും കണ്ടിട്ടുണ്ട്. ഏറ്റവും അവസാനമാണ് ഓടിപ്പിടിച്ച് ഇതെല്ലാം കൂടി പഠിക്കാൻ വേണ്ടി വരുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാൽ ദൈവം പറയുകയാണ്, നിൻ്റെ ജോലികൾ സമയത്തിന് മുമ്പ് പൂർത്തിയാക്കുക. യഥാകാലം നിനക്ക് ദൈവത്തിൽ നിന്ന് പ്രതിഫലം ലഭിക്കും. ചെയ്യാനുള്ളത് എന്ത് ചെയ്യണം? നീ എന്തായാലും ചെയ്യേണ്ടതാണ് നേരത്തെ, സമയത്തിന് മുമ്പേ ചെയ്യുക. പരീക്ഷയുടെ വക്കത്ത് വരാൻ വേണ്ടി നിൽക്കരുത്. നേരത്തെ തന്നെ നിൻ്റെ ജോലികൾ നിശ്ചിത സമയത്തിന് മുമ്പ് പൂർത്തിയാക്കുക. യഥാകാലം ദൈവം നിനക്ക് പ്രതിഫലം നൽകി ദൈവം നിന്നെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് നമുക്ക് സമയത്തും കാലത്തും ജോലികൾ പൂർത്തിയാക്കാത്തത്? നമുക്ക് സമയമില്ലാത്തത് കൊണ്ടോ, നമുക്ക് കഴിവില്ലാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും നമുക്ക് തടസ്സം ഉണ്ടാക്കുന്നത് കൊണ്ടോ അല്ല. തെറ്റിദ്ധരിക്കരുത്. മറ്റുള്ളവരുടെ പ്രശ്നം കൊണ്ടല്ല സമയത്ത് നമ്മുടെ ജോലികൾ പൂർത്തിയാക്കാത്തത്. അല്ലെങ്കിൽ നമുക്ക് സമയമില്ലാത്തത് കൊണ്ട്, നമുക്ക് തിരക്ക് കൂടിയതുകൊണ്ടല്ല സമയത്ത് നമ്മുടെ ജോലികൾ പൂർത്തിയാക്കാത്തത്. നമ്മുടെ ജോലികൾ സമയത്ത് പൂർത്തിയാക്കാത്തതിനുള്ള ഏറ്റവും അടിസ്ഥാനപരമായ കാരണം അലസതയും മടിയുമാണ്. സഭാപ്രസംഗൻ്റെ പുസ്തകം 10-ാം അധ്യായത്തിൽ 18-ാമത്തെ തിരുലിഖിതം. ദൈവത്തിൻ്റെ മക്കളെ, നന്നായിട്ട് നിങ്ങളത് മനസ്സിലാക്കണം. ദൈവം പറയുകയാണ്, നമ്മൾ അശ്രദ്ധനായാൽ, നമ്മൾ അലസനായാൽ, നമ്മൾ ഉത്സാഹം കുറഞ്ഞവരായാൽ, ഉത്സാഹശീലമില്ലാത്തവരായാൽ, അശ്രദ്ധനായാൽ മേൽക്കൂര ഇടിഞ്ഞു വീഴും. അവൻ അലസനായാൽ അവൻ്റെ പുര ചോരും. അലസനായാൽ അവൻ്റെ പുര അവനവന് നഷ്ടം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അലസതയാണ് സമയത്തും കാലത്തും നമ്മുടെ ജോലികൾ പൂർത്തിയാക്കാൻ നമ്മളെ തടസ്സപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട ഒരു തടസ്സമെന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 7-ാം അധ്യായം 15-ാം തിരുലിഖിതം. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? കഠിനാധ്വാനമോ വയലിലെ വേലയോ വെറുക്കരുത്, അത്യുന്നത നിശ്ചയിച്ചതാണത്. വലിയ ഉത്സാഹത്തോടെ ഈ അധ്വാന മേഖലയെ നമ്മൾ സമീപിക്കണം. ഇത് താല്പര്യമില്ലാതെയും എന്നെക്കൊണ്ട് വയ്യ ഒരു ഉത്സാഹം ഇല്ലാതെ നമ്മൾ അധ്വാന മേഖലകളെ സമീപിക്കരുത് എന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്. ഒന്നുറക്കെ പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്ത് ചെയ്യണം? നമ്മൾ കഠിനാധ്വാനം ചെയ്യണം, നമ്മൾ ഉത്സാഹിക്കണം, നമ്മൾ ചാടി ഇറങ്ങണം, നമ്മൾ സമയത്ത് തന്നെ തീർക്കണം. എന്തിനാ? ദൈവത്തിൻ്റെ വചനം വീണ്ടും പഠിപ്പിക്കുകയാണ്. 37-ാം അധ്യായത്തിൽ 21-ാമത്തെ തിരുലിഖിതം. പ്രഭാഷകൻ്റെ പുസ്തകം 37-ാം അധ്യായത്തിൽ 21-ാമത്തെ തിരുലിഖിതം. നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ നമുക്കിത് ആവശ്യമാണ്. ഇതില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. എന്താ വചനം പഠിപ്പിക്കുന്നത്? ഒന്നിലും ജ്ഞാനമില്ലാതിരുന്നത് കൊണ്ട് കർത്താവ് അവനെ അനുഗ്രഹിച്ചില്ല. ഒന്നിലും ജ്ഞാനമില്ലാതിരുന്നത് കൊണ്ട് കർത്താവ് അവനെ അനുഗ്രഹിച്ചില്ല. അപ്പം അതുകൊണ്ട് എൻ്റെയും നിങ്ങളുടെയും ജീവിത വിജയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മേഖല ഞാനും നിങ്ങൾ കഠിനാധ്വാനം ചെയ്ത് ഏതെങ്കിലും ഒരു കാലത്ത് മികവ് പുലർത്തണം.
ഒന്നുകിൽ പഠനത്തിലായിരിക്കാം, അല്ലെങ്കിൽ സ്പോർട്സിലായിരിക്കാം, അതും അല്ലെങ്കിൽ പ്രാർത്ഥനയിലായിരിക്കാം. നമുക്ക് ദൈവം എത്രയോ 100,000 സാധ്യതകളാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആത്മവിശ്വാസത്തോടെ നമുക്ക് ദൈവം തന്നിരിക്കുന്ന കൃപ, നമുക്ക് ദൈവം തന്നെ കാരിസം, നമുക്ക് ദൈവം തന്നെ കഴിവ്, നമുക്ക് ദൈവം തന്നെ താലന്ത്, അതെന്ത് ചെയ്യണം? അത് വർദ്ധിപ്പിച്ച് നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ നമ്മുടെ കഴിവിനും ടേസ്റ്റിനും അനുസരിച്ചുള്ളൊരു മേഖലയിൽ നമ്മൾ മികവ് പുലർത്തണം. ഒന്നിലും ജ്ഞാനമില്ലാതിരുന്നതിനാൽ ദൈവം അവനെ അനുഗ്രഹിച്ചില്ല. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് നമ്മൾ നിഷ്ക്രിയരായി നിസ്സംഗരായി ഇരിക്കരുത്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചാടി ഇറങ്ങണം, നമ്മൾ അധ്വാനിക്കണം, നമ്മൾ ഉള്ള കഴിവിൻ്റെ മേഖലയിൽ നമ്മൾ മാക്സിമം അധ്വാനിക്കണം. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വീണ്ടും ദൈവത്തിൻ്റെ വചനം ഈ ഒരു കാര്യത്തെക്കുറിച്ച് ദൈവമക്കളെ ഉത്ബോധിപ്പിക്കുന്നുണ്ട്. നമ്മളിങ്ങനെ കഴിവും നമ്മൾക്കിങ്ങനെ ഒരു ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ ദുഷിച്ച ചിന്തകളുമായിട്ട് അല്ലെങ്കിൽ മടുത്ത ചിന്തകളുമായിട്ട് ഇരിക്കരുത്. സഭാപ്രസംഗൻ 10-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ഒരു മടുത്ത ചിന്ത, ഒരു നിരാശയുടെ ചിന്ത, ഒരു ദുഃഖത്തിൻ്റെ ചിന്ത, ഒരു വിഷാദത്തിൻ്റെ ചിന്ത, ഇതൊരെണ്ണം മതി നിൻ്റെ ഉത്സാഹം കുറയ്ക്കും. ചത്ത ഈച്ച പരിമളദ്രവ്യത്തിൽ ദുർഗന്ധം കലർത്തും. പാപം വെച്ച് നീ അധ്വാനിക്കാൻ പോകരുത്, അത് നിന്നെ പുറകോട്ട് താഴ്ത്തിക്കൊണ്ടിരിക്കും. നീ എന്ത് ചെയ്യണം? നീ കുമ്പസാരിക്കണം. നീ മനസ്സിൻ്റെ ഭാരങ്ങൾ മറ്റുള്ളവർ പറയണം. നീ നിൻ്റെ ഹൃദയത്തിൽ എല്ലാ പാപവും പോയി കുമ്പസാരിച്ച് പാപമോചനം പ്രാപിച്ച് നീ കഠിനാധ്വാനം ചെയ്യുക. നീ ഉയർന്നു വരും. നിൻ്റെ പാതകളിൽ ദൈവം വിജയം കൊണ്ട് നിന്നെ അനുഗ്രഹിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിലോ മനസ്സിൽ എന്തെങ്കിലും തരത്തിൽ പാപത്തിൻ്റെയോ വിഷാദത്തിൻ്റെയോ ദുഃഖത്തിൻ്റെയോ വെറുപ്പിൻ്റെയോ ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥയുടെയോ വൈരാഗ്യത്തിൻ്റെയോ ജീവിത നൈരാശ്യത്തിൻ്റെയോ അവസ്ഥകളുണ്ടെങ്കിൽ നീ ഒരു വൈദികൻ്റെ അടുത്തേക്ക് പോവുക, നന്നായിട്ട് കുമ്പസാരിക്കുക. മറ്റ് ജാതികളാണെങ്കിൽ, കുമ്പസാരം ഇല്ലാത്തവരാണെങ്കിൽ, നിങ്ങൾ ആ തൊട്ടടുത്തുള്ള ഒരു ആത്മീയ പ്രാർത്ഥിക്കുന്ന ആരുടെങ്കിലും അടുത്ത് ചെന്ന് നിങ്ങളുടെ മനസ്സിൻ്റെ വിഷമങ്ങളൊക്കെ ഒന്ന് പറയുക, മനസ്സ് തുറന്ന് സംസാരിക്കുക, നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രാർത്ഥന ആവശ്യപ്പെടുക. ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സ്വീകരിക്കുക. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം, 3-ാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സുഭാഷിതങ്ങളുടെ പുസ്തകം 16-ാം അധ്യായം 3-ാമത്തെ തിരുലിഖിതം. സുഭാഷിതം 16:3. നീ ഇങ്ങനെ അധ്വാനിച്ചു, നീ ഇങ്ങനെ പ്രാർത്ഥിച്ചു, അതിനുശേഷം എന്ത് ചെയ്യണം? നീ ടെൻഷൻ പിടിക്കരുത്. നിൻ്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കുക, നിൻ്റെ പദ്ധതികൾ ഫലമണിയും. നിൻ്റെ പ്രയത്നം നീ കർത്താവിൽ അർപ്പിക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ചിലപ്പോൾ എല്ലാവരും നിന്നെ ഇഷ്ടപ്പെട്ടൊന്നും വരുന്നില്ല, എല്ലാ കാര്യത്തിനും മികവ് പുലർത്തുന്നതല്ല. നീ വിചാരിച്ചതുപോലെ പരീക്ഷ എഴുതാൻ പറ്റിയില്ല. ചിലർക്ക് എഴുതാൻ പറ്റി, ചിലർക്ക് എഴുതാൻ പറ്റിയില്ല. ചിലർക്ക് ചോദ്യം മനസ്സിലായി, ചിലർക്ക് ചോദ്യം മനസ്സിലായില്ല. ചിലർ ചെയ്തതൊക്കെ തെറ്റിപ്പോയി, മുഴുവനും തെറ്റിപ്പോയി എന്ന് വിചാരിച്ച് അവിടെ കൊണ്ട് ജീവിതം തീരുന്നില്ല. നിൻ്റെ അവസ്ഥ എന്താണോ? നീ പരീക്ഷ എഴുതാൻ പോവുക, നന്നായിട്ട് പരീക്ഷ എഴുതുക, നീ അത് എല്ലാം ക്രമമായിട്ട് ചെയ്യുക. നീ ഈ പരീക്ഷയിൽ തോൽക്കുമോ ജയിക്കുമോ എന്നുള്ളതല്ല, നിൻ്റെ ദൈവത്തിന് മുന്നിൽ നീ അധ്വാനിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നീ അധ്വാനിച്ചിട്ടുണ്ടെങ്കിൽ നീ അതവിടെ ഏൽപ്പിക്കുക. നിൻ്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കുക, നിൻ്റെ പദ്ധതികൾ ഫലമണിയും. കാരണം ദൈവമാണ് 1-ാം സ്ഥാനത്തെത്തിക്കുന്നത്. പരീക്ഷയിലെ മാർക്കിൻ്റെ കാര്യം മാത്രമല്ല, ജീവിതത്തിൽ ദൈവമാണ് ഒരുവനെ 1-ാം സ്ഥാനത്ത് എത്തിക്കുന്നത്. 75-ാം സങ്കീർത്തനത്തിൽ 6-7 തിരുലിഖിതങ്ങൾ. സങ്കീർത്തന പുസ്തകം 75-ാം അധ്യായം 6-7 തിരുലിഖിതങ്ങൾ. അവിടെ ഇങ്ങനെയാണ് കർത്താവ് പഠിപ്പിക്കുന്നത്: കിഴക്ക് നിന്നോ പടിഞ്ഞാറ് നിന്നോ മരുഭൂമിയിൽ നിന്നല്ല ഉയർച്ച വരുന്നത്, ഒരുവനെ താഴ്ത്തുകയും അപരനെ ഉയർത്തുകയും ചെയ്യുന്ന വിധി നടപ്പാക്കുന്നത് കർത്താവത്രേ. കിഴക്ക് നിന്നോ പടിഞ്ഞാറ് നിന്നോ മരുഭൂമിയിൽ നല്ല ഉയർച്ച വരുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരാളെ മുൻപന്തിയിലെത്തിക്കുന്നത് കർത്താവാണ്. സഭാപ്രസംഗന്റെ പുസ്തകത്തിൽ 9-ാം അധ്യായത്തിൽ 11-ാം തിരുലിഖിതം: സൂര്യന് കീഴെ ഓട്ടം വേഗമുള്ളവനോ, യുദ്ധം ശക്തിയുള്ളവനോ, അപ്പം ജ്ഞാനിക്കോ, ധനം ബുദ്ധിമാനോ, അനുഗ്രഹം സമർത്ഥനോ അല്ല ലഭിച്ചിരിക്കുന്നത് എന്ന് ഞാൻ കണ്ടു. സൂര്യന് കീഴെ ഓട്ടം വേഗമുള്ളവനോ, യുദ്ധം ശക്തിയുള്ളവനോ, അപ്പം ജ്ഞാനിക്കോ, ധനം ബുദ്ധിമാനോ, അനുഗ്രഹം സമർത്ഥനോ അല്ല ലഭിച്ചിരിക്കുന്നത് എന്ന് ഞാൻ കണ്ടു. പിന്നെ ആർക്കാണ് ഭൂമിയിൽ വിജയം ലഭിക്കുന്നത്? ആർക്കാണ് അപ്പവും എല്ലാ കാര്യങ്ങളും ലഭിക്കുന്നത്?
എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 147 സങ്കീർത്തനത്തിൽ 11 തിരുലിഖിതത്തിൽ കർത്താവ് അത് വെളിപ്പെടുത്തുന്നുണ്ട്. 147 സങ്കീർത്തനത്തിൽ 11 തിരുലിഖിതത്തിൽ കർത്താവ് പറഞ്ഞെങ്ങനെയാണ്? തന്നെ ഭയപ്പെടുകയും തൻ്റെ കാരുണ്യത്തിൽ പ്രത്യാശ വെക്കുകയും ചെയ്തുകൊണ്ട് നമ്മുടെ പ്രയത്നങ്ങളെല്ലാം കർത്താവിൽ ആരാണോ അർപ്പിക്കുന്നത്, ആരാണോ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തിൽ ആശ്രയിച്ച് കർത്താവിൽ തൻ്റെ പ്രയത്നം അർപ്പിക്കുന്നത്, അവൻ്റെ മേൽ കർത്താവിൻ്റെ പ്രസാദമുണ്ടായിരിക്കും, കർത്താവിൻ്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. കർത്താവിൻ്റെ അനുഗ്രഹമാണ് നിന്നെ മുൻപന്തിയിലെത്തിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ഒരു വചനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നത്. തുടർന്ന് പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെക്കുമ്പോൾ നമ്മുടെ കർത്താവായ ഈശോയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. ഭക്തിപൂർവ്വം നമുക്ക് ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുങ്ങാം, പ്രാർത്ഥന സ്വീകരിക്കാം, നമ്മുടെ ഹൃദയം കർത്താവിൽ അർപ്പിക്കാൻ വേണ്ടി നമുക്ക് കർത്താവിൻ്റെ കൃപയെ അപേക്ഷിക്കാം. നമുക്ക് ഒട്ടും പ്രാർത്ഥനയില്ലാത്തവർ, ഒട്ടും വിശ്വാസമില്ലാത്തവർ, ഒട്ടും ഇതിനെക്കുറിച്ചൊന്നും മനസ്സിലാക്കാത്തവർ ഇങ്ങനെ പറഞ്ഞാൽ മതി: ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ എന്നെ നയിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഞാൻ ഓർക്കുന്നുണ്ട്, ആലപ്പുഴയിൽ ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം പഠിക്കുന്ന കാലത്ത് ഇച്ചിരി കുഴപ്പമില്ലൊക്കെ വന്നെങ്കിലും അദ്ദേഹത്തെ ദൈവത്തിൻ്റെ വചനം കേട്ടപ്പോൾ അദ്ദേഹം ഒരു തീരുമാനം എടുത്തു: ഞാൻ എൻ്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കും, എനിക്കുള്ള സമയത്ത് നന്നായി പഠിക്കും. എങ്ങനെ കർത്താവ് അദ്ദേഹത്തിന് കൂടെ നിന്നു, നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എൻ്റെ പേര് ആൻ്റണി, ഞാൻ ആലപ്പുഴയിൽ നിന്നുമാണ് വരുന്നത്. എൻ്റെ സ്കൂൾ ലൈഫ് മുഴുവൻ ഞാൻ ഉഴപ്പിയാണ് പഠിച്ചിരുന്നത്. പല വിഷയങ്ങൾക്കും തോക്കുമായിരുന്നു. +2 കഴിഞ്ഞപ്പോൾ ഞാൻ സെലക്ട് ചെയ്ത് വൺ ഓഫ് ദി ടഫസ്റ്റ് കോഴ്സാണ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് കോഴ്സാണ് സെലക്ട് ചെയ്തത്. അത് CA കോഴ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അല്ലേ? CAക്ക് ഒരുപാട് തവണ തോറ്റുപോയവരെ ഞാൻ കേട്ടിട്ടുണ്ട്. പറഞ്ഞ CAക്ക് കയറി കഴിഞ്ഞിട്ടും ഈ ഉഴപ്പിന്നൊരു മാറ്റവും വന്നില്ല. അവിടെയും തുടക്കത്തിലെല്ലാം തോക്കാൻ തുടങ്ങി. CAക്ക് കയറിയിട്ട് കുഴപ്പം തുടങ്ങി. ഒന്നാമത് കെണി പിടിച്ചൊരു സബ്ജക്റ്റാണ്. 100 പേര് എഴുതിയാൽ 4 പേരൊക്കെ ജയിക്കണത്. അങ്ങനത്തെ ഒരു സബ്ജക്റ്റ്. അതിനകത്ത് ഇപ്പം ഉഴപ്പുകളെ തുടങ്ങിയ പിന്നെ എന്തായിരിക്കും? എന്നിട്ട് പറഞ്ഞു. പിന്നെ ഞാൻ അഭിഷേകാഗ്നി 8:30 ശുശ്രൂഷ TV-യിലൂടെ കാണാൻ തുടങ്ങി. ഇവിടെ സിയോനിൽ വന്ന് പ്രാർത്ഥിച്ചു. നല്ലൊരു സ്പിരിച്വൽ ലൈഫ്, പിന്നെ വിശുദ്ധ കുർബാന എല്ലാ ദിവസവും കൂടാൻ തുടങ്ങി. എല്ലാ ദിവസവും അതൊരു പ്രധാനപ്പെട്ട. ഇവിടെ വന്ന് അട്ടപ്പാടിയിൽ വന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ വിശുദ്ധ കുർബാനയോടൊരു തുറവി ഈശോണ്ട് കൊടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ കുർബാന കൂടാനുള്ള അനുഗ്രഹമാണ് കൊടുത്തു. ഓക്കെ. പിന്നെ യേശുനാമത്തിൻ്റെ ശക്തി എന്ന പുസ്തകത്തിൻ്റെ എല്ലാ ദിവസവും പഠനത്തിന് മുമ്പും ശേഷവും പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതിൻ്റെ അവസാനത്തെ പേജിലെ പ്രാർത്ഥന എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് പറയാൻ തുടങ്ങി. അങ്ങനെ പിന്നെ പുസ്തകത്തിൻ്റെ ഏറ്റവും പുറകിലെ പേജിലൊരു പ്രാർത്ഥനയുണ്ട്, അതെല്ലാവരും കാണാതെ പഠിച്ചു. നല്ല പവർഫുള്ളാണ്. വിശുദ്ധ കുർബാനയ്ക്ക് പോയിട്ടും ഈ പ്രാർത്ഥനകളെല്ലാം ചൊല്ലിയിട്ടും ദിവസവും പിന്നെ ഒരു 14-14.5 മണിക്കൂറോളം പഠിക്കാൻ ദൈവം എനിക്ക് സമയം തന്നു. ഇത്രയും കഴിഞ്ഞിട്ട് പിന്നെ 14.5 മണിക്കൂർ പഠിക്കാൻ, അതായത് ആ അലസത, ഉഴപ്പൽ എല്ലാം അങ്ങോട്ട് വിട്ടുപോയി. അതാണ് കുരിശടയാളത്തിൻ്റെ പവർ. അതാണ് യേശു നാമത്തിൽ അങ്ങോട്ട് കുരിശടയാളം വരച്ച് അങ്ങോട്ട് പ്രാർത്ഥിച്ച്. പിന്നെ 14.5 മണിക്കൂർ ഒരു ദിവസം പഠിക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ ചിന്തിച്ച് നോക്കുക. എത്ര കുർബാനയും പിന്നെ പ്രാർത്ഥനയും യേശുനാമശക്തി വായിക്കുന്നതെല്ലാം കൂടി 2-3 മണിക്കൂർ അങ്ങനെ പോകും. 2-2.5 മണിക്കൂറിൽ പിടിച്ചോലോ. പള്ളിയിൽ പോകണ്ടേ? പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് അപ്പോൾ കുറച്ച് നേരം മാത്രം ഉറങ്ങി, ഭയങ്കര ഷോർട്ടായിട്ട് മാത്രം ഉറങ്ങിയിട്ട് ബാക്കി സമയം മുഴുവനും ഇരുന്ന് അങ്ങോട്ട് പഠിക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ ഇതുവരെ തോറ്റിട്ടില്ല. കഴിഞ്ഞ മെയിൽ CA ക്വാളിഫൈ ചെയ്തു. ഇപ്പം ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്. ആണോ? CA കംപ്ലീറ്റ് ചെയ്തു, ജയിച്ചു. ഹല്ലേലൂയ. പിന്നെ ഇങ്ങോട്ട് തോൽവി എന്ന് പറഞ്ഞൊരു സാധനം എന്താ സംഭവം എന്ന് അറിയാൻ പാടില്ല. അതേമാതിരി അങ്ങോട്ട് കർത്താവ് ചരിത്രം മാറ്റി ഒരു വലിയ വിജയമാക്കി കൊടുത്തു. ഹല്ലേലൂയ. അപ്പോൾ ഇവൻ ചെയ്ത കാര്യം എന്താ വെച്ചാൽ, ഒന്ന് എല്ലാ ഞായറാഴ്ച അഭിഷേകാഗ്നി കാണുക, യൂട്യൂബിൽ നിന്ന് അഭിഷേകാഗ്നി കാണും. പിന്നെ അട്ടപ്പാടി വന്ന് പ്രാർത്ഥിച്ചു, കുരിശടയാളം വരച്ചു. പിന്നെ യേശുനാമത്തിൻ്റെ ശക്തി എന്ന് പറഞ്ഞ പുസ്തകം വാങ്ങി എക്സാം ഹോളിലും കൊണ്ടുപോയായിരുന്നു. ഇത് എപ്പോഴും ഒരു സന്തത സാഹചര്യം, ഇതെപ്പോഴും കൂടെ പിടിക്കും. ഇനി ഇതിൻ്റെ പുറകിലൊരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന ശരിക്കും ഡെയിലി അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി അല്ലേ? ഈ പ്രാർത്ഥന അതുണ്ടോ, കാണുന്നുണ്ടോ? ഈ ലാസ്റ്റ് പേജുള്ള പ്രാർത്ഥന അത് ശരിക്കും അങ്ങോട്ട് പ്രാർത്ഥിച്ചു. കർത്താവ് അങ്ങോട്ട് അനുഗ്രഹിച്ചു.
പ്രൈസ് ദ ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. ഇതുപോലൊരു ഗ്രേസ് നിങ്ങൾക്ക് എല്ലാവർക്കും തരാൻ കർത്താവിന് സന്തോഷമാണ്. മനസ്സെന്ന് വെച്ചാൽ 10 ദിവസം 10-15 ദിവസം കുറച്ച് ഷോർട്ട് ടൈം. അതുകൊണ്ടാണ് ഇതുപോലെ ഒന്നാം സ്ഥാനത്തേക്ക് ആ ജീവിതത്തെ ഉയർത്താൻ അതിന് മേൽ ദൈവത്തിൻ്റെ കൃപ പ്രവർത്തിച്ചത്. നമുക്ക് പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച്, കർത്താവേ, എൻ്റെ പ്രയത്നം ഞാൻ അങ്ങയിൽ അർപ്പിക്കുകയാണ്. അങ്ങയിൽ ആശ്രയിച്ച് പരിഭ്രമമില്ലാതെ, അസ്വസ്ഥമാകാതെ, ക്രമാനുഗതമായി കഠിനാധ്വാനം ചെയ്ത് കർത്താവിൻ്റെ മഹത്വം ലോകത്തിൽ കൊണ്ടുവരുന്നൊരു ജീവിതമാകാൻ അനുഗ്രഹിക്കണം. നമുക്ക് ആമോഗാനം ആലപിക്കാം, ആരാധനയിലേക്ക് പ്രവേശിക്കാം. എല്ലാ ദൈവമക്കളും 2 കരങ്ങൾ ഉയർത്തി വലിയ സ്നേഹത്തോടെ കർത്താവിനെ ആരാധിക്കുക. കർത്താവേ, എൻ്റെ അവിശ്വാസം പരിഹരിക്കണമേ, എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, ഹൃദയ തുറവി വർദ്ധിപ്പിക്കണമേ, അങ്ങയോടുള്ള അടുപ്പവും സ്നേഹവും വർദ്ധിപ്പിക്കണമേ. എൻ്റെ ആകുലങ്ങളും ഉത്കണ്ഠകളും സമർപ്പിക്കുന്നു കർത്താവേ. എൻ്റെ മനസ്സിൻ്റെ തളർച്ചകളും ഭാരങ്ങളും സമർപ്പിക്കുന്നു, സങ്കടങ്ങളും ദുഃഖങ്ങളും സമർപ്പിക്കുന്നു. ഈ അൾത്താരയിൽ കർത്താവേ, ഈ ശുശ്രൂഷ അൾത്താരയിൽ ഹൃദയത്തിൻ്റെ സർവ്വ സങ്കട കടലുകളെ സമർപ്പിക്കുകയാണ്. കണ്ണുനീർ കയം സമർപ്പിക്കുകയാണ്, മനോവേദനകൾ സമർപ്പിക്കുകയാണ്, ആരോടും പറയാൻ പറ്റാത്ത സ്വകാര്യ ദുഃഖങ്ങൾ സമർപ്പിക്കുകയാണ്, ഹൃദയഭാരങ്ങൾ സമർപ്പിക്കുകയാണ്. ഓ ദൈവമേ, ഞങ്ങളുടെ കർത്താവേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ദൈവമക്കളെ, മനസ്സ് തുറക്കുക, കയ്യടിച്ച് 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 ആരാധിക്കുന്നു. ഗ്ലോറി, ഗ്ലോറി. കയ്യടിച്ച് കൈകൾ ഉയർത്തി കയ്യടിച്ച് കരങ്ങൾ ഉയർത്തി വീണ്ടും സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, ചെങ്കടൽ പോലെ മുന്നിൽ വലിയ പ്രതിബന്ധങ്ങൾ, മനുഷ്യന് അതിജീവിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ, കർത്താവേ, മാനുഷിക ശക്തിയോട് തോൽപ്പിക്കാൻ പറ്റാത്ത എതിർ സാഹചര്യങ്ങൾ ചെയ്തു നൽകുന്ന കർത്താവേ, കൈയടിച്ച് മുന്നിൽ നീ പതറുവതോ മനമേ.
കുടുംബങ്ങളിലേക്ക് അഭിഷേകം നിറയട്ടെ. എല്ലാ വിദ്യാർത്ഥിനികളിലേക്ക് അഭിഷേകം നിറയട്ടെ. എല്ലാ ബാലികാ ബാലന്മാരിലേക്ക് അഭിഷേകം നിറയട്ടെ. ഭയം മാറിപ്പോകട്ടെ, ക്ഷീണങ്ങൾ മാറട്ടെ, കൃപ നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. ഉച്ചത്തിൽ പറയാം ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓരോരുത്തരെയും കർത്താവിൻ്റെ കൃപയുടെ അൾത്താരയുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, ബാലികാ ബാലന്മാരെ, യുവതിവാക്കന്മാരെ, ഓരോ തരത്തിലുള്ള പരീക്ഷകളും എക്സാമിനും ഇൻ്റർവ്യൂകൾക്കൊക്കെ വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സമുണ്ടാക്കുന്ന എല്ലാ തടസ്സങ്ങളും വിട്ടുപോകാൻ വേണ്ടി കർത്താവിൻ്റെ ശക്തി ഈ അൾത്താരിൽ നിന്ന് പുറപ്പെടാൻ വേണ്ടി ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഈ ദൈവമക്കളുടെ പരാജയം ആഗ്രഹിച്ച് നിലയുറപ്പിച്ചിരിക്കുന്ന അന്ധകാര ശക്തികൾ, അലസത, ക്ഷീണം, തളർച്ച, നൈരാശ്യം, ദുഃഖം, ഭാരം, ഇതെല്ലാം ഹൃദയങ്ങളിൽ നിന്ന് വിട്ടുപോകട്ടെ. ഒരു ഡെലിവറൻസ് പ്രാർത്ഥനയും അതിനുശേഷം ഒരു അനോയിൻറ്റിങ് പ്രയറോടുകൂടെ നമ്മൾ ശുശ്രൂഷ സമാപിക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം ഒരു ഡെലിവറൻസ് പ്രാർത്ഥന ചെയ്യുകയാണ്. തളർച്ചയും മന്ദതയും ഉത്സാഹമില്ലായ്മയും മൂഢചിന്തകളും എല്ലാ തരത്തിലുള്ള അന്ധകാരാവൃതമായ അവസ്ഥകളും മടുപ്പും ക്ഷീണമൊക്കെ മാറിപ്പോകണം. ഉത്സാഹമുള്ളൊരു ഹൃദയം ഉണ്ടാകണം. എല്ലാവരും ഏറ്റവും വലിയ പ്രാർത്ഥിക്കുക. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, പാപവും പാപമാർഗങ്ങളും ഞാൻ വെറുത്തുപേക്ഷിക്കുന്നു. അങ്ങയെ എൻ്റെ ഹൃദയത്തിൽ ഏക കർത്താവും ഏക രക്ഷകനുമായി ഞാൻ ആരാധിക്കുന്നു. പിശാചിനെയും അവൻ്റെ എല്ലാ വഴികളെയും ഞാൻ വെറുത്തുപേക്ഷിക്കുന്നു. യേശുവേ, ഈ സമയം എന്നിൽ നിന്ന് എല്ലാ പൈശാചിക ശക്തികളെയും അന്ധകാര പീഡകളെയും ആട്ടിപ്പായിക്കണമേ. തളർച്ച, ക്ഷീണം, ഉത്സാഹമില്ലായ്മ, നിരാശ, കുറ്റബോധം, ഭയം, ഇങ്ങനെയുള്ള ഓരോ മേഖലകളിൽ നിന്ന് അന്ധകാര അരൂപികളെ ആട്ടിപ്പായിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈകൾ ഉയർത്തുക, ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമായ കർത്താവേ, പ്രിയപ്പെട്ട മക്കളെ തടസ്സപ്പെടുത്തുന്ന, ശല്യം ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള തിന്മയുടെ അരൂപികളും പരാജയ ശക്തികളും രോഗശക്തികളും മാറട്ടെ. തിന്മയുടെ ആധിപത്യങ്ങൾ തകരട്ടെ. സാത്താന്റെ ശക്തികൾ ഇപ്പോൾ ദൈവമക്കളിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും വിട്ടുമാറി അന്ധകാരത്തിൽ നിബന്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൈയടിച്ച്, നന്നായി കൈയടിച്ച്, ഇടത്തോടും വലത്തോടും അനങ്ങി കുടുംബം ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന്, ശരീരങ്ങളിൽ നിന്ന്, കുഞ്ഞു മക്കളിൽ നിന്ന്, കുടുംബാംഗങ്ങളിൽ നിന്ന് കാലാകാലങ്ങളായി ഞങ്ങളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഭയം, കുറ്റബോധം, നിരാശ, മദ്യപാനം, മയക്കുമരുന്ന്, കഞ്ചാവ്, വൈകൃതങ്ങൾ, ദുശീലങ്ങൾ, തടകദോഷങ്ങൾ, ഈ മേഖലകളിൽ പ്രവർത്തിക്കുന്ന എല്ലാ അരൂപികളെയും ശക്തികളെയും ശാസിക്കുന്നു. ദുരാത്മാവെ വിട്ടുപോവുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശാസിക്കുന്നു. In the mighty name of Jesus Christ, I command you. യേശു നാമത്തിൽ കൽപ്പിക്കുന്നു. കൈകൾ ഉയർത്തി കൈയടിച്ച് കർത്താവേ, ഈ സമയം പ്രിയപ്പെട്ട എല്ലാ കുടുംബങ്ങളെ സമർപ്പിക്കുകയാണ്. കർത്താവേ, എത്ര പരീക്ഷ എഴുതിയാലും ജയിക്കാത്തവര്, എത്ര കഠിനാധ്വാനം ചെയ്താലും ഫലം കിട്ടാത്തവര്, ഞാൻ പഠിച്ചിട്ടൊരു കാര്യമില്ലെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവര്, ഞാൻ എന്തിനാ പഠിക്കണത്, ഞാൻ പഠിച്ചിട്ട് എനിക്ക്
ശ്രദ്ധിക്കാൻ പറ്റുന്നില്ലല്ലോ, എനിക്ക് ഓർമ്മയില്ലല്ലോ, എനിക്ക് മാർക്കില്ലല്ലോ, എനിക്ക് ഭാവിയില്ലല്ലോ. കർത്താവേ, നെഗറ്റീവ് ചിന്തകള്, കർത്താവേ, പരാജയ ഭീതി, കർത്താവേ, കൂടെ കൂടെ വരുന്ന തകർച്ചകൾ, അതുപോലെ രോഗികളായ ബാലികാബാലന്മാർ സമർപ്പിക്കുന്നു. കർത്താവേ, രോഗത്തെ ശാസിക്കുന്നു, നിരാശയെ ശാസിക്കുന്നു, ഭാരം ചിന്തകളെ ശാസിക്കുന്നു, വിഷാദത്തെ ശാസിക്കുന്നു, സങ്കടഭാവത്തെ ശാസിക്കുന്നു. തിന്മയുടെ ആധിപത്യങ്ങൾ ചിഹ്നഭിന്നമാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. യേശു നാമത്തിൽ കുടുംബങ്ങളിൽ നിന്ന് വിട്ടുപോകട്ടെ. ശാസിക്കുന്നു. കൈകൾ ഉയർത്തി കൈയടിച്ച്, കൈ ഉയർത്തി കൈയടിക്കുന്നു. കർത്താവേ, ഇതാ ഈ സമയം പ്രാർത്ഥിക്കുന്ന കർത്താവേ, അനേകം കുട്ടികൾ കരയുന്നു, അനേകം കുട്ടികൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു, അനേകം കുട്ടികൾ അഭിഷേകം പ്രാപിക്കുന്നു. ദൈവമേ, സ്വന്തം ജീവിതത്തിന്റെ ബലഹീനതകളാൽ സങ്കടപ്പെടുന്ന കുട്ടികളെ സമർപ്പിക്കുന്നു. കഠിനമായ കോപം, പൊട്ടിത്തെറിക്കുന്ന പ്രകൃതം, അനുസരണക്കേട്, താന്തോന്നിത്തം, ഭക്ഷണ സ്വഭാവം, മൂഢത, എതിർപ്പ്, ദൈവമേ, വാശി, വൈരാഗ്യം, മാതാപിതാക്കന്മാരോട് കയർക്കുക, തട്ടിക്കയറുക, എല്ലാ തെറിവാക്കുകൾ ഉച്ചരിക്കുക, എല്ലാ തരത്തിലുള്ള ദുർശീലങ്ങളുടെയും വാശിയുടെയും കോപത്തിന്റെയും വൈരാഗ്യത്തിന്റെയും അരൂപികളെ, നശീകരണ ശക്തികളെ, ശിഥിലീകരണ ശക്തികളെ എല്ലാ കുടുംബങ്ങളിൽ നിന്നും, ഈ ശുശ്രൂഷ മക്കളുടെ ദൈവമക്കളിൽ നിന്നും നസറേനായ യേശുവിന്റെ നാമത്തിൽ നിന്നെ ഞാൻ ആട്ടിപ്പായിക്കുന്നു. നിത്യനരകാഗ്നിയിലേക്ക് ഇപ്പോൾ നീ വധിക്കുക. കൈയടിച്ച് കൈ ഉയർത്തി കൈയടിച്ച് വലിയ വിശ്വാസത്തോടെ കർത്താവേ, ഈ രാത്രി അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ ദൈവമക്കളുടെ കുടുംബങ്ങളെ അടിസ്ഥാനങ്ങൾ തകർത്ത് കളയുന്ന വിധത്തിലുള്ള വിശ്വാസക്കുറവ്, പ്രാർത്ഥനയില്ലായ്മ, ഭക്തിരാഹിത്യം, നിരീശ്വര ചിന്ത, ദൈവനിഷേധം, ദൈവത്തോട് മാത്സര്യം, സന്ധ്യാപ്രാർത്ഥനയ്ക്ക് കൂടാതിരിക്കുക കർത്താവേ, ദൈവത്തിലുള്ള വിശ്വാസം പൂർണ്ണമായി നഷ്ടപ്പെട്ട അവസ്ഥ, ഹൃദയത്തിൽ അന്ധകാരപൂരിതമായിരിക്കുന്ന അവസ്ഥ കർത്താവേ, പിശാചിന്റെ ഇഷ്ട നിർവഹണത്തിനായി അടിമപ്പെട്ടിരിക്കുന്നവര്, മയക്കുമരുന്നിന് അടിമപ്പെട്ടു പോയവര്, മദ്യത്തിന് അടിമപ്പെട്ടു പോയവര്, ചീത്ത കൂട്ടുകാരുടെ അടിമപ്പെട്ടു പോയവരെ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. ഇവരുടെ ജീവിതത്തിന്റെ സമ്പൂർണ്ണ പരാജയത്തിന് വേണ്ടി കച്ചകെട്ടിയിരിക്കുന്ന എല്ലാ പൈശാചിക ശക്തികളെയും ദുരാത്മവാദങ്ങളെയും നസ്രായന്റെ നാമത്തിൽ ശാസിക്കുന്നു, ബന്ധിക്കുന്നു, നിത്യനരകാഗ്നിയിലേക്ക് ആട്ടിപ്പായിക്കുന്നു. വിട്ടുപോവുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളടിച്ച് കൈകൾ ഉയർത്തി കൈയടിച്ച് യേശുവിൻ
നിമിഷങ്ങളിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ ദിവ്യകാരുണ്യ ആശീർവാദം നൽകപ്പെടാൻ പോവുകയാണ്. കൃപയുടെ ആത്മാവ് നിറയട്ടെ, വിശുദ്ധിയുടെ ആത്മാവ് നിറയട്ടെ, ദൈവ സ്നേഹത്തിൻ്റെ ആത്മാവ് നിറയട്ടെ, മനോബലത്തിൻ്റെ ആത്മാവ് നിറയട്ടെ, കഠിനാധ്വാനശീലത്തിൻ്റെ ആത്മാവ് നിറയട്ടെ, സർവ്വശക്തിയോടുകൂടി ഓരോ ജോലികളും സമയത്തിന് മുമ്പ് പൂർത്തിയാക്കാനുള്ള കൃപാവരത്തിൻ്റെ ആത്മാവ് നിറയട്ടെ, ദൈവവിശ്വാസത്തിൻ്റെ ആത്മാവ് നിറയട്ടെ, ദൈവ സ്നേഹത്തിൻ്റെ ആത്മാവ് നിറയട്ടെ. രണ്ട് കാര്യങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിക്കുക. എത്ര ഉച്ചത്തിൽ ഈശോയുടെ നാമം വിളിക്കാമോ ഈശോയുടെ നാമത്തെ വിളിക്കണം. ഈശോയോട് പറയണം, ഈശോയെ അങ്ങയുടെ കൃപ എനിക്ക് വേണം, കൃപ തൂകണമേ, ഈശോയെ കൃപ വർഷിക്കണമേ, കർത്താവെ അങ്ങ് കൃപ തന്നില്ലെങ്കിൽ എനിക്കൊന്നുമില്ല. ഈശോ ദുർബലനും ഭയചകിതനും പാപിയും ബലഹീനനുമായവരോട് പറഞ്ഞു, നിനക്ക് എൻ്റെ കൃപ മതി. കർത്താവിനോട് പറയും, എനിക്ക് കൃപ വേണം കർത്താവേ, എനിക്ക് കഠിനാധ്വാനത്തിന് കൃപ വേണം, വിശുദ്ധിയുടെ കൃപ വേണം, സമാധാനത്തിന് കൃപ വേണം, ദൈവത്തെ ആശ്രയിക്കാനുള്ള കൃപ വേണം, വിശ്വാസത്തിന്റെ കൃപ വേണം. കൈകൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.